നമ്മൾ കാരമൽ പുഡിംഗ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഫ്രഞ്ച് കാരമൽ പുഡിംഗ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്നാന്നറിയോ ആദ്യം ചെയ്യുന്നത്, അത് ഇച്ചിരി സെറ്റാവാൻ ഇച്ചിരി നേരം എടുക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ആദ്യം നമ്മുടെ കാരമൽ പുഡിംഗ് ചെയ്യാം. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് നാച്ചുറൽ. നമുക്ക് കുറച്ച് പാല് വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര, പിന്നെ വേണ്ടിയത് കുറച്ച് മുട്ട, പിന്നെ വേണ്ടിയത് കുറച്ച് വാനില എസൻസ് ആണ്, പിന്നെ വേണ്ടിയത് കുറച്ച് ചൈന ഗ്രാസ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ജെലറ്റിൻ ആയാലും മതിയേ. ഇത്രയേ വേണ്ടുള്ളൂ. ഇതിനകത്ത് എന്നാ പ്രൊസീജിയർ എന്നറിയാവോ? ഫസ്റ്റ് നമുക്ക് പാലൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ 4 കപ്പാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അടുപ്പ് കത്തിച്ച് വെച്ച് പാലിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി പഞ്ചസാര ഇടാവുള്ളൂ, ഒത്തിരി ഇടല്. പഞ്ചസാരയ്ക്ക് വേറെ ഇച്ചിരി ജോലിയുണ്ട്. നേരെ പാലിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി ഇത്ര ഇട്ടേച്ചാൽ മതിയേ. ഇനി പാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് ജോലി ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്കൊരു ബൗൾ എടുത്തേച്ചും നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച്, പിന്നെ മുട്ടയാന്നേൽ നമ്മൾ തനി കാരമൽ പുഡിംഗ് ഉണ്ടാക്കുവാന്നേൽ മുട്ടയിൽ തന്നെ ഉണ്ടാക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഒരു 4 ഫുൾ എഗ്ഗും ഒരു 2 യോക്കും മാത്രമായിട്ട് എടുക്കാൻ പോവാം. അപ്പം അതും പഞ്ചസാരയും കൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. നാല് ഫുൾ എഗ്ഗും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 യോക്ക് മാത്രം. ഇനിയാന്നു ഇതിനകത്തോടെ നമുക്ക് വേണ്ടിയ പഞ്ചസാര എത്രയാന്ന് വെച്ചാൽ ഇടുക. എനിക്ക് ഇച്ചിരി മധുരം കൂടുതലല്ല, അപ്പം ഞാൻ ഇച്ചിരി കണക്കിന് ഇടുക. പിന്നെ ഒരു ഇച്ചിരി വാനിലയും കൂടെ ഇതിനകത്ത് ഒഴിക്കണം. ഇച്ചിരി വെച്ചേക്കണേ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പാല് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്തോടും കൂടെ കുറച്ച് എസൻസ് ഒഴിക്കണം. ഇത് ഇത്രയും എസൻസ് എന്നത്തിനാണ് ഒഴിക്കുന്നതെന്ന് അറിയാവോ? ഇത്തിരി മുട്ടയല്ലേ ചേർക്കുന്നേ. അന്നേരം മുട്ടയുടെ ഒരു എന്നാ പറയുന്നത്, ഒരു ഉലുമ്പ്, അങ്ങനെയൊക്കെ മുട്ടയ്ക്ക് ഒരു ഉലുമ്പില്ലേ, അന്നേരം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം വാനില എസൻസ് ചേർക്കുന്നത്. ഒത്തിരി ചേർക്കല്ല. എസൻസ് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് വരുവേ. ഇനി ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല അസലായിട്ടൊന്ന് ബീറ്റ് ചെയ്യോ അല്ലെങ്കിൽ അടിച്ചെടുക്കുകയോ എന്നാ വെച്ചാൽ ചെയ്താൽ മതി. പക്ഷെ അത് നമ്മുടെ പഞ്ചസാര മുഴുവൻ നമ്മുടെ മുട്ടയിൽ അലിയണം, അതാ കണക്ക്. ഇത് ഒത്തിരി ഫ്ലഫി ആയിട്ടൊന്നും അടിക്കണ്ട കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടാ, പഞ്ചസാര ഒന്ന് മുട്ടയിൽ അലിയണം, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യണമേ. പാല് ഏകദേശം തിളയ്ക്കാറായി. അത് ചൂട് വേണ്ട, നമുക്കൊരു വാം മതി. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഓഫ് ചെയ്തു. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതി. എന്തായാലും പാല് തിളച്ച് അന്നേരം ഞാനിത് ഓഫ് ചെയ്യുക. ഇനി ഇതിവിടെ ഇച്ചിരി നേരെ ഇരിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് വാനില അങ്ങ് ചേർത്തേക്കാം. ഇല്ലേലും ഉണ്ടല്ലോ,
പിന്നെ ആകുമ്പോഴത്തേനും ഓർക്കുകയില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള എന്നാന്ന് വെച്ചാൽ എത്ര ബ്രൗൺ ആണെന്ന് വെച്ചാൽ അത്രയും ബ്രൗൺ ആക്കുക. ഞാനൊരു ഇച്ചിരി ബ്രൗൺ ആക്കിയിട്ടുണ്ട്. ഇനി എന്നാണെന്നറിയാവോ, ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അന്നേരം തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ച് ഇച്ചിരി ദൂരോട്ട് നിന്ന് വേണം ഒഴിക്കാൻ. ഇങ്ങനെ ഒഴിച്ചേക്കല്ലേ. അതിൻ്റെ ആ ബബിൾസ് വരുമ്പോഴത്തേക്ക് അന്നേരം നമ്മുടെ കൈ ഒന്ന് പൊള്ളുവേ. അന്നേരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി നീങ്ങി നിന്നേ ചോദിച്ചേക്കണമെന്ന്. ഇനി ഇത് ആറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് ആ പാത്രത്തിലോട്ട് നമ്മൾ ഫസ്റ്റ് ഈ കാരമലൈസ് ഒഴിക്കുക. ഞാനിപ്പോൾ ഇതേമാതിരത്തെ കുഞ്ഞു ബൗളിലേക്കാണ് വെച്ചേക്കുന്നത്. ഒന്ന് വട്ടം ചുറ്റിച്ചേച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് ഹോൾ പാത്രത്തിനകത്താവേ. ഇനി അഥവാ നമ്മുടെ ഈ മൗലിനകത്ത് തികഞ്ഞില്ല, ഇച്ചിരി കൂടി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാത്രത്തിനകത്തോട്ട് ഇത് ബാക്കി കാരമലൈസും കൂടെ ഒഴിച്ച് വെച്ചേച്ചാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ അന്നേൽ ഈ 5 ബൗൾ. ഇനി നെക്സ്റ്റ് പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ പാല് തിളച്ചിരിക്കുക. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുന്നില്ലേ മുട്ട, ആ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്തേച്ച് ആ മുട്ട ഒന്ന് വേവുണ്ടായോ, അന്നേരം ആ വേവ് മാത്രം. അപ്പം നമ്മുടെ ഈ പാലിന് ഒരു കാര്യം സംഭവിക്കും ഇത് ചേർക്കുമ്പോഴത്തേന്. അതെന്നാന്നുള്ളതല്ലേ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ചേർക്കുന്നതിന് മുന്നേ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ചൈന ഗ്രാസ് ഇല്ലേ, അത് ഒന്ന് അലുത്തെടുക്കണം. അതായത് ചൈന ഗ്രാസ് അലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചൈന ഗ്രാസ് അങ്ങോട്ട് ഒരു പാനിൽ ഇട്ടേച്ച്, ഇതൊരു 10 ഗ്രാമാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു പാക്കറ്റ്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ആ ചൈന ഗ്രാസ് ഒന്ന് നികന്ന് നിന്നേച്ചാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ അളവ് എങ്ങനെയാണ് പറയാൻ നോക്കുന്നേ അല്ലേ, അതൊന്നും പറയാൻ നോക്കിയല്ല, ഒഴിക്കാൻ നേരത്തെ തന്നെ അങ്ങ് നോക്കിയേച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വന്നിരുന്ന് നമ്മൾ വെള്ളം തിളച്ചേച്ച് ഈ നമ്മൾ ഇട്ടേക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് തന്നെ ഉരുകി ആ വെള്ളത്തോട് തന്നെ അങ്ങ് ചേർന്നേച്ച് നമ്മൾ ചൗവരിയൊക്കെ കാച്ചുവേലേ എന്ന് പറഞ്ഞ കൂട്ട് അതേപോലെ ആവും, ആ കൺസിസ്റ്റൻസി ആവും. അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ, അത് അടുക്കി പിടിക്കുകയൊന്നുമില്ലേ. ഇനി നമ്മുടെ പാലിലോട്ടുള്ള യുദ്ധം തുടങ്ങാം. പാലിനകത്ത് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പാല് തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇച്ചിരി വാനില എസൻസും കൂടെ ചേർത്തു. ഇനിയാണു ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ നമ്മുടെ ആ മുട്ടയും പഞ്ചസാരയും, അത് ഇച്ചിരിയും കൂടി ഒന്ന് ബീറ്റ് ചെയ്തേച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട ഒത്തിരി ഫ്ലഫിയോ ഒന്നും ആക്കണ്ട, അതൊന്ന് അലിഞ്ഞ് ചേർന്നേച്ചാൽ മാത്രം മതി. പാല്, മുട്ട, പഞ്ചസാര, വാനില എക്സ്ട്രാക്ട് എല്ലാം ചേർത്തേക്കുക. ഇനിയാന്നു ഈ പാല് ഇച്ചിരി ഒന്ന് ചൂടാക്കണം. ഒത്തിരി തിളപ്പിക്കാനൊന്നും പോകണ്ട, ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് മുട്ട അങ്ങ് വെന്തോളും. നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തേക്കുക. പാലിലോട്ട് ഒഴിക്കുമ്പോഴത്തേനും ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെന്നാന്ന് ഇപ്പോൾ ഒക്കെയല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, അന്നേരം കാണിക്കാനൊക്കെ. ചൈന ഗ്രാസ് ഇട്ടേച്ച് ഒന്ന് മാറി നിന്നേക്കല്ലേ. എന്നാന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ അറ്റത്തേലൊക്കെ പറ്റി പിടിച്ചിരിക്കുവാന്നേൽ ഇച്ചിരി ഒന്ന് ഇളക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങി പിടിക്കും. ആ മുട്ട വേവാനുള്ള ഒരു ചൂടാവൽ മതി. നമ്മുടെ ചൈന ഗ്രാസും തിളച്ചു തുടങ്ങിയിട്ടുണ്ടേ. അത് നമ്മളിട്ട് ചൈന ഗ്രാസ് എല്ലാം ഉരുകി അതിലോട്ട് പിടിക്കാൻ തുടങ്ങുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചൗവരി കാച്ചി കൂട്ടിയിരിക്കുമെന്ന്. പക്ഷെ ആ ഫുൾ ചൈന ഗ്രാസും ഉരുകി ആ വെള്ളത്തോട് ചേരണം. അത് നല്ല വെള്ളം പോലെ ആവുമേ. അത് തീ കൂട്ടി വെച്ചേച്ചൊന്നും അത് ആക്കാൻ ശ്രമിക്കല്ല, ഒരു ഇച്ചിരി തീ കുറച്ചേച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെറിയ തീയലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, പാൽ ഏകദേശമായിട്ടുണ്ട്. ഇത് തിളപ്പിക്കണ്ട, നമ്മൾ തിളച്ച പാലല്ലേ,
അന്നേരം ഈ സമയത്ത് നമ്മുടെ ചൈന ഗ്രാസ് കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ ആ സസ്പെൻസ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാന്നറിയോ, നിങ്ങളെല്ലാവരും വിചാരിക്കുവേലേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അസൽ പുഡിങ്ങായി വരുമെന്ന്. ഒരിക്കലും വരികയല്ല. കണ്ടില്ലേ അത് അന്തസ്സായിട്ട് പിരിഞ്ഞത്. ഇതെങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത് അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ സസ്പെൻസ്. നമ്മൾ ഇത്രയും നേരം കിടന്ന് മെനക്കെട്ടിട്ട് ഈ കാര്യം പൊളിഞ്ഞു പോയില്ലേ. ഞാനിവിടെ നിൽക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ വിടുവോ? കൊള്ളാം, ഞാൻ വിടുവേല. ഇത് എന്നാ ചെയ്യണമെന്നറിയാവോ? ഇങ്ങനെ ആയിപ്പോവും ഡെഫിനറ്റ്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയേഴ്സിലല്ല ചെയ്തേക്കുന്നത്. സാധാരണ പാലും മുട്ടയും പഞ്ചസാരയെല്ലാം അടിച്ച് വെച്ച് ഇതേ കൂട്ടം മോൾഡിലാക്കി വെച്ച് അത് നമ്മൾ ആവി കയറ്റി പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ചെയ്തേച്ച് എനിക്ക് ഒട്ടും ഒത്തില്ല. ഞാൻ ചെയ്യുമ്പോഴെല്ലാം എന്തേണ്ട ഈ കളിയാണ് കളിക്കുന്നത്, പിരിഞ്ഞു പോകും പാല്. അന്നേരം എന്നാ ചെയ്യണമെന്നറിയോ, ഈ പാൽ ഇച്ചിരി ഒന്ന് ആറുകയെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലതായിട്ട് അടിക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ഈ പിരിഞ്ഞത് ഇതിനകത്ത് കിടക്കുന്ന എല്ലാം വെന്തേക്കുമല്ലേ. അന്നേരം പിന്നെ എന്നാ മേടിക്കാനാ, ചൂടോടെ അടിച്ചേക്കരുത്. പിന്നെ ഒരു ദിവസത്തെ പണിയാണ് അടുക്കളയ്ക്ക് ഉണ്ടാവുന്നത്. അന്നേരം അത് ചെയ്യരുത്. ഇച്ചിരി ഒന്ന് തണുത്തേച്ചും അതിനെ മിക്സിയിലൊന്ന് അടിച്ച് ഓരോ മോളിലായിട്ട് ഒഴിച്ച് നോക്കിയേ. നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പുഡിങ്ങിനെ കാട്ടിലും എന്നാ നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് കിട്ടുന്നതെന്നറിയോ. ഇപ്പം ഞാൻ ചൂടോടെ ഞാൻ മിക്സി അടിച്ചാൽ എൻ്റെ സുന്ദരമായ അടുക്കള ചീത്തയാവും. ഞാൻ ചെയ്യുവേല. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ ബീറ്റർ വെച്ച് ഞാൻ എൻ്റെ ഈ പാലൊന്ന് അടിക്കാൻ പോവാം. മിക്ക വീട്ടിലും നമ്മളിങ്ങനെ പുഡിങ് ഉണ്ടാക്കുവാന്നേൽ പിരിഞ്ഞു പോവുകയല്ലേ. പിരിഞ്ഞു പോകുമ്പോഴത്തേനും ആരും വിഷമിക്കല്ല, ഇങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. അന്നേരം നമുക്ക് നല്ല പുഡിങ് കിട്ടും. എനിവേ ദ ഇൻഗ്രീഡിയൻസ് ആർ ദ ബെസ്റ്റ്. പിന്നെ എന്നത്തിനാ പേടിക്കുന്നേ? ബീറ്റർ വെച്ച് അടിക്കുന്നതെങ്കിൽ മാക്സിമം ഫ്ലഫി ആക്കി എടുക്കുക. അല്ല മിക്സിയിലാന്നേൽ ഒരു ഇച്ചിരി ഒന്ന് വണ്ണിലിട്ടേച്ച് ഒന്ന് അടിച്ചേച്ചാൽ മതി. മിക്സി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല എന്നാ പറഞ്ഞാൽ പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അതാന്ന് കുറച്ചുകൂടി നല്ല. പക്ഷെ ചൂടോടെ അടിക്കല്ല. ഇപ്പം ചൂടായതുകൊണ്ടാണ് ഞാൻ ബീറ്റർ എടുത്തേക്കുന്നത്. ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാവോ, നമ്മുടെ തവി ഉപയോഗിച്ച് വെച്ച് എത്രയാ അളവ് വേണ്ട നോക്കിക്കേ. ഞാൻ പറയുന്നതിനകത്ത് വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, തിരിച്ച് ബാക്ക് ടു ആ പാല് തന്നെ ആയില്ലേ, ഇത് അതേ കൂട്ട് തന്നെ ആവുമേ. അതുകൊണ്ട് മിക്ക വീട്ടിലും പുഡിങ് ഉണ്ടാക്കുവാന്നേൽ അഥവാ പിരിഞ്ഞു പോകാന്നേൽ എൻ്റെ വകയുള്ള ഒരു ബെസ്റ്റ് ടിപ്പായത് ഇച്ചിരി ഒന്ന് തണുത്തേച്ചും, ഒത്തിരി തണുക്കാൻ നിൽക്കല്ലേ, ചൈനാഗ്രാസ് ചേർത്തുകൊണ്ട് വേഗം കട്ടിയാവും. അന്നേരം ഒരു വാം ആയിട്ടുള്ള, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആകുമ്പോഴത്തേന് അതിനെ ഒന്ന് മിക്സിയിൽ നല്ലതായിട്ട് അടിച്ചേച്ച് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. പക്ഷേ ബോളിനകത്ത് ഒഴിച്ചേച്ച് മിക്സിയിൽ അടിച്ചാൽ കാരമലുമായിട്ട് മിക്സ് ആവും. പിന്നെ എന്നെ പറഞ്ഞേച്ച് കാര്യമില്ല, തന്നെത്താനും കുറ്റേറ്റെടുത്തോണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ച പഞ്ചസാര കരിച്ചൊഴിച്ച് കാരമൽ സിറപ്പായത് ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം ഇത് ഒഴിക്കുവാന്നേൽ ഇത് മിക്സ് ആവുകയില്ല. ഇനി നമുക്കിത് ഒഴിക്കാവേ. ഇത്രയേ ഉള്ളൂ. ഇനിയാണ് ഒരു 10 മിനിറ്റ്, അതായത് ഈ ചൂടോടെ വെക്കുവാന്നേലും നമ്മുടെ ഫ്രിഡ്ജ് ചീത്തയാവും. എന്നാ ചെയ്യണം, ഇച്ചിരി ഒരു റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് ഇച്ചിരി ഒന്ന് കട്ടിയായി തുടങ്ങുമേ. അന്നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി പിരിഞ്ഞ പാല് നമ്മൾ പുഡിങ്ങാക്കി എടുത്തു. അതിന് സ്പെഷ്യൽ കമ്മീഷൻ എനിക്ക് തരണം. മിക്കവർക്കും ഇത് പറ്റുന്നതാന്നു. എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഈ പിരിഞ്ഞ പാൽ എന്നാ എടുക്കും, കളയട്ടെ എന്ന്. അന്നേരം കളയൊന്നും ചെയ്യില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ വിദ്യയുണ്ട്. എത്ര കാശ് മുടക്കിയാന്നേ നമ്മളിതെല്ലാം മേടിക്കുന്നത്. അന്നേരം പിന്നെ അങ്ങ് ചുമ്മാ കളയാൻ നോക്കുമോ? ഒക്കെ അല്ലല്ലോ.